മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് കുറച്ച് ദിവസം കൂടി വൈദ്യുതി തടസ്സം ഉണ്ടാകുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് പവർ കട്ട് ഇല്ലെന്നും പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കുറച്ച് ദിവസം കൂടി പ്രയാസമുണ്ടാകും. അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ടാണ് വൈദ്യുതി മുടങ്ങുന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. നമ്മളുടെ ചില ലൈനുകളിൽ ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ റിപ്പയർ വർക്ക് നടക്കുകയാണ്. ആ റിപ്പയർ വർക്കിൻ്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരുന്നു. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് ദിവസം കൂടി ആ ഒരു പ്രയാസം ഉണ്ടാകും. അതിനോട് ആളുകൾ സഹകരിക്കും. എത്രയും വേഗത്തിൽ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പവർ കട്ടല്ല, പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. നിഖിൽ അളവൂരാണ് വിവരങ്ങളുമായി ചേർന്നത്. നിഖിൽ, ലോഡ് റെസ്ട്രിക്ഷൻ, പീക്ക് ടൈം മാനേജ്മെൻറ്റ്, ഇപ്പോൾ പവർ ഫെയിലിയർ എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ മഴക്കാലപൂർവ്വ സജ്ജീകരണത്തിൻ്റെ ഭാഗമായി ഉള്ള അറ്റകുറ്റപ്പണികളാണോ നടക്കുന്നത്? അതുകൊണ്ടാണോ ഈ പവർ ഫെയിലിയർ ഉണ്ടാകുമെന്ന് പറയുന്നത്? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ? വൈദ്യുതി പ്രതിസന്ധി ഉണ്ടോ? എന്താണ് മന്ത്രി പറയുന്നത്? ശ്യാമിലി, ഏതായാലും വൈദ്യുതി വിതരണ ലൈനിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് നേരത്തെ തന്നെ അത്തരത്തിലുള്ള ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. കാരണമായി വൈദ്യുത മന്ത്രി പറയുന്നത്, ഇന്ന് കണ്ണൂരിലെത്തി മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. പവർ കട്ട് ഉണ്ടോ കേരളത്തിൽ എന്ന് ചോദിച്ചപ്പോൾ പവർ കട്ടല്ല, പവർ ഫെയിലിയർ മാത്രം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പവർ ഫെയിലിയർ ഉണ്ടായിരിക്കുന്നത് ലൈനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നത് കൊണ്ടാണ്. അത് പരിഹരിക്കാനുള്ള പരിപാടികൾ നടത്തി വരികയാണ്. ആ ലൈനിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുമ്പോഴും മന്ത്രി പറയുന്ന മറ്റൊരു കാര്യം, ജനങ്ങൾ സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ എന്നാണ്. ഏതായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ രാത്രികാലങ്ങളിൽ സ്ഥിരമായി ഇത്തരത്തിൽ വൈദ്യുതി മുടങ്ങുന്ന ഒരു പ്രശ്നം കേരളത്തിലുടനീളം ഉണ്ട്. അത് വലിയ പ്രതിഷേധം അക്കാര്യത്തിൽ തുടരുന്നുമുണ്ട്. അതിനിടയിലാണ് മന്ത്രി ഇപ്പോൾ ഇത്തരത്തിലൊരു വിശദീകരണം ഇക്കാര്യത്തിൽ നൽകുന്നത്. ഏതായാലും ജനങ്ങൾ കുറച്ചു കാലം കൂടി സഹകരിക്കണമെന്ന് മന്ത്രി പറയുന്നുണ്ട്. സഹകരിക്കുമെന്ന പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. അറ്റകുറ്റപ്പണി പൂർത്തിയാകുന്നതോടുകൂടി ഇതിന് പരിഹാരമാകും എന്നതാണ് മന്ത്രി ഉറപ്പ് പറയുന്നത്. ശരി, നിഖിൽ അളവൂർ വിവരങ്ങൾ നൽകിയത്.